ലേഡി ബേർഡ് ക്രിയേഷൻസിലേക്ക് എല്ലാവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇപ്പോൾ നല്ല ചൂടല്ലേ, ഈ ചൂട് സമയത്ത് നമ്മുടെ ഉള്ളം കുളിർപ്പിക്കുന്ന നല്ലൊരു ഫ്രൂട്ട് കസ്റ്റാർഡാണ് നമ്മൾ തയ്യാറാക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ 150 ഗ്രാം വീതം പച്ച മുന്തിരിങ്ങായും കറുത്ത കുരുവില്ലാത്ത മുന്തിരിങ്ങായും കഴുകി രണ്ടായിട്ട് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. 2 ഏത്തപ്പഴം തൊലി കളഞ്ഞതും 4ആയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഏത്തപ്പഴത്തിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ നാരങ്ങാ നീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ കളറ് കറുത്ത് പോകാതെ ഇരിക്കും, അതിനാണ് നമ്മൾ നാരങ്ങാ നീര് ചേർക്കുന്നത്. ഇനി 2 ടൈപ്പ് മുന്തിരിങ്ങായും അതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് മധുരത്തിനാവശ്യമായി കണ്ടൻസ്ഡ് മിൽക്കാണ് 2-3 ടേബിൾ സ്പൂൺ ചേർക്കാം. അല്ലെങ്കിൽ അതിന് പകരം നമുക്ക് പഞ്ചസാര ചേർക്കാം. ഞാനിത് മേടിച്ചത് കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നതുകൊണ്ട് അത് ചേർത്തതാണ്. അത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, ഫ്രൂട്ട്സിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി 2 ഓറഞ്ച് തൊലി കളഞ്ഞ് അതിൻ്റെ കുരു മാറ്റി അല്ലി ഇങ്ങനെ അരിഞ്ഞെടുത്തതാണ്, അതോടെ ചേർക്കാം. ഓറഞ്ചിൻ്റെ അല്ലി ചേർക്കുമ്പോൾ നല്ല ഒരു പ്രത്യേക ഒരു രുചിയാണ്. അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 3 ആപ്പിളാണ്, നമുക്കതും കുരു നീക്കി അരിഞ്ഞെടുക്കാം. ആപ്പിൾ അരിഞ്ഞതും കൂടെ നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കൂടെ ചേർക്കാം. നമ്മുടെ കയ്യിൽ ഉള്ള ഫ്രൂട്ട്സ് ഏതാണോ അത് ചേർക്കാം. ബാക്കി ഉള്ള 1-2 ടീസ്പൂൺ നാരങ്ങാ നീരും കൂടി ആപ്പിളിൻ്റെ മുകളിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആപ്പിൾ പെട്ടെന്ന് കളറ് മാറുമല്ലോ അരിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് മൂടി നമുക്ക് ഫ്രീസറിൽ 1 മണിക്കൂർ വയ്ക്കാം. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ 2-3 മണിക്കൂർ വയ്ക്കാം. ഞാൻ പെട്ടെന്ന് തണുത്ത് കിട്ടാനായിട്ട് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചു. ആ സമയത്ത് നമുക്ക് കസ്റ്റാർഡ് കാച്ചിയെടുക്കാം. ഒരു ബൗളിലേക്ക് 3 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് 1 കപ്പ് പാല് ചേർത്ത് നമുക്കിതൊന്ന് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. അപ്പം നല്ല തിക്കായിട്ട് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ കൂടെ എടുക്കാം. ഞാൻ ലൂസായിട്ടാണ് കസ്റ്റാർഡ് കാച്ചിയെടുക്കുന്നത്. അപ്പം കട്ടയില്ലാതെ നമ്മൾ കസ്റ്റാർഡ് പൗഡർ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു വലിയ സ്റ്റീൽ ചരുവത്തിലേക്ക് നമുക്ക് 1 ലിറ്റർ പാല്, 1-1.25 ലിറ്റർ പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാല് ചേർത്ത് നന്നായിട്ട് നമുക്കിത് തിളപ്പിക്കണം. ഈ പാലിന് മധുരത്തിനാവശ്യമായ 2 തവി പഞ്ചസാര ചേർക്കാം. മീഡിയം വലിപ്പത്തിലുള്ള സ്റ്റീൽ തവിയാണ്, അതിന് 2 തവി പഞ്ചസാര ചേർത്ത് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിളപ്പിക്കണം. ഇത് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കസ്റ്റാർഡിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർക്കണം. ഇത് കസ്റ്റാർഡ് മിക്സ് ചേർക്കുമ്പോഴത്തേക്ക് ഫ്ലെയിം ഒന്ന് ലോ ഫ്ലെയിമിലാക്കണം. ഇത് ചേർക്കുന്നതിന് മുമ്പ് നന്നായിട്ട് അടി ചേർത്ത് നന്നായിട്ട് കസ്റ്റാർഡ് മിക്സ് ഒന്നുകൂടെ ഇളക്കിയിട്ട് വേണം ഇത് ചേർക്കാൻ, അല്ലെങ്കിൽ അടിയിലിങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കും. ഇത് കണ്ടില്ലേ, ഇത്രയും നമ്മൾ ഇളക്കിയിട്ടും വീണ്ടും അടിയിലിങ്ങനെ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് നന്നായിട്ട് ഇതിലേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർത്ത് നന്നായിട്ട് നമുക്ക് കൈവിടാതെ ഇളക്കാം. അപ്പോൾ ഇത് ഒരുവിധം കുറുകി വന്നിട്ടുണ്ട്. അല്പം കൂടെ ഇതൊന്ന് കുറുകി വരണം. ഇതുപോലെ ഒരു നീണ്ട ലൂസായിട്ടുള്ള കൺസിസ്റ്റൻസിയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി തിക്കായിട്ട് വേണമെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് ഇളക്കി കുറച്ചുകൂടെ ഒന്ന് കുറുക്കി എടുക്കണം. നമുക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. വാനിലയുടെ ഫ്ലേവർ നല്ലൊരു ഫ്ലേവറാണ് ഫ്രൂട്ട് കസ്റ്റാർഡിന്. അപ്പോൾ അതുകൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ട് കാച്ചി ഇത് തണുക്കുന്നതിനായിട്ട് വയ്ക്കാം. അപ്പം ഫ്രീസറിൽ തണുക്കാൻ വെച്ചിരുന്ന ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. ഞാനൊരു 2 നാട്ടുമാങ്ങയുടെ പഴവും കൂടെ, നാട്ടുമാമ്പഴം കാറ്റടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ മാവിൽ നിന്ന് വീണതാണ്, അതുകൂടെ തൊലി കളഞ്ഞ് ഇതിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നു. മാങ്ങാപ്പഴം ചേർക്കുമ്പം നല്ലൊരു സ്വാദാണ്. അപ്പം നമ്മുടെ ഫ്രൂട്ട്സ് കസ്റ്റാർഡ് കാച്ചിയെടുത്തത് നന്നായിട്ട് തണുത്ത് വന്നപ്പോഴത്തേക്ക് ഫ്രൂട്ട്സിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ ഒരു വലിയ ബൗളിൽ എടുക്കണം. ഇതെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കാനായിട്ട് വലിപ്പത്തിനുള്ള ഒരു ബൗൾ വേണം. ഞാൻ കസ്റ്റാർഡ് മുഴുവനായിട്ട് തന്നെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്.
അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് വീണ്ടും നമുക്കിത് മൂടി തണുക്കുന്നതിനായിട്ട് വെക്കണം. അപ്പോൾ കഴിഞ്ഞ ദിവസം മോളുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അവൾക്ക് ബർത്ത്ഡേക്കൊന്നും മേടിച്ചു കൊടുക്കാനൊന്നും പറ്റിയില്ല. കാരണം ഞങ്ങൾ വേളാങ്കണ്ണി പോയിരിക്കുകയായിരുന്നു. വേളാങ്കണ്ണി പള്ളിയിൽ ബർത്ത്ഡേക്ക് അവിടെയായിരുന്നു. അത് കാരണം അവൾക്കിഷ്ടമാണ്, ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ ഫ്രൂട്ട് കസ്റ്റാർഡ്. അതുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഉണ്ടാക്കി നന്നായിട്ട് തണുപ്പിച്ച് ഫ്രൂട്ട് കസ്റ്റാർഡ് റെഡി. അപ്പോൾ ഇങ്ങനെയൊന്ന് നിങ്ങൾ തയ്യാറാക്കി നോക്കണം. ഈ ചൂടിൽ പിള്ളേരൊക്കെ ഫുഡ് കഴിക്കാനൊക്കെ മടിയുള്ള പിള്ളേർക്ക് ഇതൊരു മീലായിട്ട് നമുക്ക് കൊടുക്കാം. കാരണം ഇത്രയും ഫ്രൂട്ട്സും ഒക്കെ ചേർന്നിട്ടുള്ളതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. താങ്ക് യു.